സനാതനധർമ്മ അധിക്ഷേപങ്ങൾക്കെതിരെ ചർച്ചാ സായാഹ്നവുമായി ഹിന്ദുധർമ്മ പരിഷത്ത്. സനാതനധർമ്മം അശ്ലീലമോ എന്ന വിഷയത്തിലായിരുന്നു ചർച്ച. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നടന്ന പരിപാടിയിൽ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. ഹിന്ദു ആചാരങ്ങൾക്കും ധാർമ്മിക ചിന്തകൾക്കുമെതിരായ അധിക്ഷേപം സർവ്വസീമകളും ലംഘിച്ച സാഹചര്യത്തിലാണ് പ്രതിഷേധ സൂചകമായി അനന്തപുരി ഹിന്ദുധർമ്മ പരിഷത്ത് ചർച്ചാ സായാഹ്നം സംഘടിപ്പിച്ചത്. അധികാരത്തിലേക്കുള്ള കുറുക്കുവഴിയായിട്ടാണ് സനാതനധർമ്മത്തെ ആക്ഷേപിക്കുന്നതെന്ന് ചർച്ചയിൽ പങ്കെടുത്ത മാധ്യമപ്രവർത്തകനായ പ്രശാന്ത് ആര്യ അഭിപ്രായപ്പെട്ടു. അധികാരത്തിലേക്കുള്ള കുറുക്കുവഴിയാണ്. ഈ നാടിൻ്റെ ഡെമോഗ്രഫി, ജനസംഖ്യാനുപാതം മാറിയിരിക്കുന്നു. അതിൽ ഒരു പ്രത്യേക വിഭാഗത്തെ തങ്ങളുടെ ഭാഗത്തേക്ക്, തങ്ങളുടെ കള്ളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറയുന്ന അശ്ലീലമാണിതൊക്കെ. കാലത്തിന്റെ പരീക്ഷണത്തെ അതിജീവിച്ച് നിലകൊള്ളുന്നതാണ് സനാതനധർമ്മമെന്ന് ഡോക്ടർ CV അഭിലാഷ് പറഞ്ഞു. ഈ ഒരു ധർമ്മം എന്ന് പറയുന്ന ആശയം നിരന്തരമായിട്ട് നിലകൊള്ളുകയാണെങ്കിൽ, അത് ഏത് വസ്തുവായാലും നിരന്തരമായിട്ട് നിലകൊണ്ടു കഴിഞ്ഞാൽ അത് കാലത്തിനെ അതിവർത്തിക്കുന്ന ഒന്നാണ്. സോ അതുകൊണ്ട് തന്നെ സനാതനധർമ്മത്തിനെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു പലതരം ഡിബേറ്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇതൊന്നും തന്നെ ഒരിക്കലും ഈ ആശയത്തിനെയോ അല്ലെങ്കിൽ ഈ ജീവിത പദ്ധതിയോ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ തിങ്കിങ് ബ്രെയിൻ അല്ലെങ്കിൽ ഇൻവോളണ്ടറി ആയിട്ടുള്ള ഒരു റെസ്പോൺസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ധർമ്മത്തെ ഒരിക്കലും ബാധിക്കുന്നില്ല. M. ഗോപാൽ, ആറന്മുള ശശി തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.